ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഇഷ്യൂ വരുന്ന ഒരു ന്യൂസ് ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സാംസങ് S23 യൂസേഴ്സിന് ഇപ്പോൾ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ എന്താ പറയുക, ഗ്രീൻ ലൈൻ അതുപോലെ തന്നെ പിങ്ക് ലൈൻ ഇഷ്യൂസ് ഇപ്പോൾ റിപ്പോർട്ടായി വരുന്നുണ്ട്. അതായത് ഔട്ട് ഓഫ് വാറണ്ടി ആയിട്ടുള്ള സാംസങ് S23 ഡിവൈസുകൾക്ക് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ നല്ല റേറ്റിൽ നല്ല പെർസെൻറ്റേജിൽ ഗ്രീൻ ലൈനും പിങ്ക് ലൈനും ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്, നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് സൂക്ഷിച്ച് അപ്ഡേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇത് കുറേ പേര് പറയുന്നത് ബ്രാൻഡൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ആക്ച്വലി സ്ക്രീൻ ഡിസ്പ്ലേ ഇഷ്യൂ വരാനുള്ള കുറേ ചാൻസുകളുണ്ട്. ഹാർഡ്വെയർ ഇഷ്യൂ ആയിട്ടും വരാം, സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിട്ടും വരാം. അപ്പോൾ ഇത് മെയിൻലി കുറേ നമ്മുടെ ഈ ചാർജ് ചെയ്യുമ്പോഴും ഇലക്ട്രോണിക് വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ഒക്കെ ആയിട്ടാണ് നോർമലി വരാറ്. പക്ഷേ ഈ വരുന്ന ഇഷ്യൂസുകൾ ഇതിൻ്റെ തന്നെ ആണെന്ന് അവിടെ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ എന്ത് ഇഷ്യൂ ആണെന്ന് ഇപ്പോൾ ബ്രാൻഡ് പോലും പറയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു പറയുമ്പോൾ നമ്മുടെ ഈ ഡെയിലി വരുന്ന മന്ത്ലി അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. പക്ഷേ നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്ത് തന്നെ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ S23 മോഡൽസുകളൊന്നും സാംസങ് ഇപ്പോൾ ഫ്രീ റീപ്ലേസ്മെൻറ്റും കാലൊന്നും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആദ്യം സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിലേക്ക് പോകാണ്ട് ഡയറക്റ്റ് സാംസങ്ങിനെ കോൺടാക്ട് ചെയ്തിട്ട് മാത്രം അവർ ത്രൂ സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിലേക്ക് പോകാൻ നോക്കാം. എന്ന് വെച്ചാൽ ഡയറക്റ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരെന്തായാലും പറയും നമ്മൾ കാശ് കൊടുത്ത് ശരിയാക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ എപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ ത്രൂ എല്ലാം വിയ ഇമെയിൽ ത്രൂവോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക് ത്രൂ ഒക്കെ പ്രൂഫ് പോലെ വെച്ചിട്ട് മാത്രം സാംസങ്ങിനെ കോൺടാക്ട് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം സർവീസ് സെൻ്ററിൽ. എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇതുപോലെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഫ്രീ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ റിപ്പോർട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെ പറയാൻ കാരണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ പുതിയതാണ്, മിനിമം ഒരു 6 മാസത്തിനുള്ളിൽ വരുന്ന ഫോണുകളാണെങ്കിൽ മാക്സിമം എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കാൻ നോക്കി വെക്കുക. എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ 1 ഇയർ എക്സ്റ്റൻഡഡ് വാറണ്ടി വരുന്നത് 6000 രൂപയ്ക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിനെടുത്തിട്ടുണ്ടായിരുന്നു. 6000 രൂപയ്ക്ക് ആകുമ്പോൾ വലിയ ഓവർ പ്രൈസ് എന്ന് പറയാനില്ല. നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാമല്ലോ, യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എടുത്ത് വയ്ക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ സാംസങ് ആപ്പ് പ്ലസ് അവരുടെ ഒഫീഷ്യൽ ആപ്പ് ത്രൂ തന്നെ എടുത്തത്. ഞാൻ അതിൻ്റെ 6 മാസത്തിനുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഫോൺ വാങ്ങിച്ചിട്ട് 6 മാസത്തിനുള്ളിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചത്. ഇപ്പോൾ ആപ്പിൾ കെയർ പ്ലസ് ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഓവർ പ്രൈസ് ആണല്ലോ. അപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ കെയർ പ്ലസ് ഒന്നും എടുക്കാറില്ല. പക്ഷേ ഇത് ഈ റേഞ്ചിൽ വന്ന കാരണം ഞാൻ എടുത്തു. 6 എന്ന് പറയുന്നത് കുറഞ്ഞു എന്നല്ല പറഞ്ഞു, എന്നാലും കമ്പാരിറ്റീവ്ലി ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ പേർക്ക് S23 സീരീസുകൾ യൂസേഴ്സിന് ഇങ്ങനത്തെ പോലെ ഇഷ്യൂസ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ റിപ്പോർട്ട് ആവുന്നുണ്ട്. അത് എടുത്ത് പറയാൻ പറഞ്ഞു. ഗ്ലോബലി വരുന്നില്ല, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ എല്ലാ കമ്പനികളും ഇന്ത്യക്കാരെയാണ് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇതുപോലെ എന്താ പറയുക, ഫാൻസും പൊട്ടന്മാരൊക്കെ കൂടുതൽ ഇവിടെയാണല്ലോ. അതുപോലെ തന്നെ നമ്മളാരും ഇതിൻ്റെ പിന്നാലെ പോവില്ല, കൺസ്യൂമർ കോർട്ടിൽ പോവില്ല. ഭയങ്കര മിനിമം ആൾക്കാരൊക്കെ കൺസ്യൂമർ കോർട്ടിൽ ഫയലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. എന്നുവെച്ചാൽ ഇതിനെതിരെ ചെയ്താലാണ് അവർക്ക്, നമ്മൾ റിയാക്ട് ചെയ്താലല്ല അവർ അതിന് ഇതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആരായാലും ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കില്ലോ. പണ്ട് നമ്മുടെ ഇംഗ്ലീഷുകാർ വന്ന് ഉണ്ടാക്കിപ്പോയല്ലോ, അതേപോലെ പരിപാടി തന്നെ. അതിപ്പോൾ വലിയ പ്രത്യേകം പറയാനൊന്നുമില്ല. അതും ഈ കാലത്തൊന്നും പ്രത്യേകിച്ച് പോലെ പറയാനൊന്നുമില്ല. അപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക, കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ലീഗലി മൂവ് ചെയ്യാൻ നോക്കുക. ഇത് പറയണ്ടായിക്കോട്ടെ, ഫാൻസും അങ്ങനെ പൊട്ടത്തരം പറഞ്ഞിരിക്കാണ്ടിരിക്കട്ടെ. അതാണ് നമുക്ക് ആരും പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഞാനത് ഏത് ബ്രാൻഡായാലും പറയും, ആപ്പിളായാലും സാംസങ് എല്ലാത്തും പറയും. അതിപ്പോൾ എൻ്റെ ബ്രാൻഡൊന്നും നല്ലൂ സാംസങ്. എന്ന് വെച്ചാൽ കുറേ പൊട്ടന്മാർ അതിനെ കുറിച്ച് പറയും സാംസങ്ങിൻ്റെ ഫാനായിട്ട് പറയാം. എനിക്കതാണ് അതിൻ്റെ വരെ ലോജിക്ക് മനസ്സിലാവില്ല. അവർക്ക് തലയിലൊന്നും ഇല്ലാത്തതാണോ അതോ ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നത് ആർക്കറിയാം, ദൈവത്തിന് തന്നെ അറിയുള്ളൂ. അപ്പോൾ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഔട്ട് ഓഫ് വാറണ്ടി ഡിവൈസുകളൊന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ ആവശ്യം വരും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇതേപോലെ ലീഗലി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസ്യൂമർ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റായി ചെയ്യാൻ നോക്കുക. ഓൺലൈൻ കൂടെ ചെയ്യണ്ടാവും, ഡയറക്റ്റായിട്ട് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീലാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫൈനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഞാൻ ആക്ച്വലി സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. നമുക്ക് 5G ഫോളോ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീലാണ്.